ഹലോ. വളരെ സന്തോഷം. ഞങ്ങൾ അങ്ങനെ ഇക്കാക്കിന് മുമ്പേ ഞങ്ങളിവിടെ അങ്ങനെ കൂടെ വന്നാലോ ആലോചിച്ചു. നല്ല മാസമായിട്ട് വരുന്നു. നമ്മളൊരു വലിയ യാത്രയിലാണ് അങ്ങേക്ക് അറിയുന്ന പോലെ. ഇന്നലെ മുനവറിൽ തങ്ങളൊക്കെ നമ്മളോട് ചേർന്നായിരുന്നു രാവിലെ. അപ്പോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വിജയകുമാറുണ്ട്, അതുപോലെ ആഷ്മി താജ് ഇബ്രാഹിം വന്നിട്ടുണ്ട്. ആഷ്മി എവിടെ മുങ്ങിക്കളഞ്ഞു? ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ ഈ പാണക്കാട്ട് കുടുംബത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ. കാര്യം ഈ കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താനുള്ള ഒരു ഗ്യാരണ്ടിയറാണ് നിങ്ങൾക്ക് ആ ജോലിയുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഒരുപക്ഷെ ഇന്ന് നമ്മൾ കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, ഒരുപക്ഷെ ഞാൻ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയും. കാരണം നമ്മൾ ഓരോ ജില്ല കടക്കുമ്പോൾ നമുക്ക് ടെൻഷനായിട്ടുണ്ട്. കാര്യം ഇത്രയൊക്കെ ഈ നാട് എങ്ങനെ മാറിയെന്നൊക്കെ നമ്മൾ അറിയാതെ ആലോചിച്ചു. അപ്പോൾ കേരളത്തെ നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങ് ഈ ലഹരി, പ്രത്യേകിച്ച് MDMA പോലുള്ള ഈ സിന്തറ്റിക് ലഹരികൾ പടരുന്നൊരു സാഹചര്യത്തിൽ പാണക്കാട്ട് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പ്രതിനിധി എന്നുള്ളതിൽ സാദിഖലി ശിഹാബ് തങ്ങൾ എന്ത് പറയും? ഇതിപ്പോ കേരളത്തെ മുഴുവൻ ബാധിച്ചിട്ടുള്ള ഒന്നായി മാറിയിരിക്കുകയാണ്. കേരളം മലയാളി സമൂഹം തന്നെ അങ്ങേയറ്റത്തെ ഞെട്ടലോടെയാണ് ഈ ഓരോ ദിവസത്തെയും വാർത്തകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. കാരണം ഇതിപ്പോ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് നമ്മളെല്ലാവരും സുരക്ഷിതരാണെന്നാണ്. ഞാൻ വിചാരിക്കും ഇത് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, എൻ്റെ മക്കളൊന്നും ഇതിന് പോയില്ല എന്നായിരിക്കും എല്ലാവരും ധരിക്കുക. പക്ഷേ ഇതിൻ്റെ വാർത്തകൾ വരുമ്പോൾ ഇതിന് അഡിക്റ്റ് അല്ലാത്തവർ ഇതിൻ്റെ ഇരകളാവുകയാണെന്നുള്ളതാണ്. ഈ ഡ്രഗ് അടിച്ചിട്ട് അവന് പിന്നെ ഉന്മാദാവസ്ഥയിൽ ബാക്കിയുള്ളവരെ കൊല്ലുന്നു, അതുകൊണ്ട് അപ്പൊ അതൊക്കെ സമൂഹത്തെ മുഴുവനും ബാധിക്കുകയാണ്. അവിടെയാണ് ഇത് എല്ലാവരും ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അവരവർ തന്നെ സ്വന്തം വീട്ടിലാണ് ഇത് നടക്കുന്നത് എന്ന ആ ഒരു ബോധ്യത്തോടെ ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. പിന്നെ അങ്ങയുടെ ഒരു സഹായം നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ അങ്ങേക്ക് അറിയുന്ന പോലെ ഇതിന്റെ പിന്നിലൊക്കെ വലിയ മാഫിയ സംഘങ്ങളുണ്ടല്ലോ. കേരളത്തെ കുറച്ച് മലയാളികളും ഉണ്ട്. അവർ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് ഈ സാധനം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു സംഘടിത ശക്തി, ഒരു സംഘബലം, ഒരു പൊതുസമൂഹം ഇതിനെതിരെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ഈ 20-ാം തീയതി ഇതിന്റെ സമാപനം ഒരു സമ്മേളനം ചേരുന്നുണ്ട്. അപ്പം അങ്ങും അങ്ങയുടെ ആളുകളും, അത് ഒരുപക്ഷെ ഞാൻ ലീഗിനെ അങ്ങയുടെ ആളുകളും ഉദ്ദേശിച്ചു അവരും കൂടി ഇതിൽ പങ്കെടുക്കണം. കാര്യം എല്ലാ പാർട്ടിക്കാരും നമ്മൾ വിളിക്കുന്നത്. കാരണം ഇത് പാർട്ടിയൊന്നുമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ കേരളം നിലനിൽക്കണമെങ്കിൽ അങ്ങയുടെ മകനീയ സാന്നിധ്യം വേണം. അതേപോലെ അങ്ങയുടെ പ്രവർത്തകർ ഓക്കെ അല്ല ഏതാണ്ടല്ല സമ്മതിപ്പിച്ചു. കാര്യം അദ്ദേഹത്തോട് നമുക്ക് നിർബന്ധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കേണ്ടവർ തന്നെ, ആരും വിട്ടു നിൽക്കാൻ പാടില്ല. ഇത് ഒരു ടോട്ടൽ മാസ് തന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നറിയാം. ഞങ്ങൾ ഈ മലബാറിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേ ആളുകൾ വേറെ ഇതിലൊരു ആവശ്യം അതിനകത്ത് എന്ന് വെച്ചാൽ ഇത് ചെറുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ആൾക്കാർ നമ്മൾ ചെല്ലുന്നിടത്തല്ല ഒരുപാട് ആളുകൾ കൂടുന്നു. അവർ അമ്മമാരൊക്കെ അഭിപ്രായങ്ങൾ, ഉമ്മമാര് ബാപ്പമാരും അവർ ദൈന്യതകൾ നമ്മൾ പറയുന്നു. അപ്പൊ 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇതിന്റെ സോഴ്സുകൾ കണ്ടെത്തുക, അതിനുവേണ്ടി ആ ഉറവിടം തേടിയിട്ട് എല്ലാവരും ആ ഉറവിടം തേടുന്ന ഒരു മനസ്സോടെ തന്നെ പ്രവർത്തിക്കണം. കാര്യം നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിലെ ശക്തി പ്രകടനം കാണിക്കുമ്പോഴേ അതും ഈ എൻഫോഴ്സ്മെന്റുകാർക്ക് ഒരു സമ്മർദ്ദമാണല്ലോ. ഇപ്പൊ തന്നെ വഴിയിലെ കണ്ട പോലീസ് ഓഫീസേഴ്സ് പറയും നിങ്ങൾ നടത്തുന്ന സമ്മർദ്ദം ചില്ലറയല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയിരിക്കുക, ഏത് സ്ഥലത്തേക്കും കയറി ചെല്ലാം, എവിടെ ഉണ്ടെങ്കിലും കയറി ചെല്ലാം. ഇപ്പൊ നിങ്ങൾ ആരും ഇടപെടാൻ പോകുന്നില്ല, രാഷ്ട്രീയക്കാരോ പൊതുപ്രവർത്തകരോ ആരും ഇടപെടാൻ പോകുന്നില്ല. മാത്രമല്ല ഞങ്ങൾ അങ്ങയോട് പറഞ്ഞാൽ വേറെ കാര്യം കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആശ്വിൻ നമ്മുടെ റിപ്പോർട്ടിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. നമ്മൾ ഈ യാത്രയ്ക്ക് അവസാനം മുഖ്യമന്ത്രിയുടെ സമക്ഷം നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അക്കാദമിക് റിപ്പോർട്ടാണ്. 2 ഭാഗങ്ങളുണ്ടാകും. ഒരു ഭാഗം കോൺഫിഡൻഷ്യലാണ് എന്ന് പറഞ്ഞാൽ ഈ സാധനം എവിടെ കിട്ടും, സോഴ്സുകൾ എങ്ങനെയൊക്കെയാണ്, ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ദല്ലാൾമാരുണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ ചിത്രമടക്കം ആ ഡീറ്റെയിൽസ് ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ്. അതല്ലാത്തൊരു റിപ്പോർട്ട് പൊതുവിൽ നമുക്ക് എന്തോ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന്റെ കൂടെ നമ്മുടെ ഗവേഷക സംഘം സഞ്ചരിക്കുന്നുണ്ട്. അവർ ഓരോ ദിവസവും വൈകുന്നേരം യോഗം ചേരുന്നുണ്ട്, ഉണ്ടാക്കും. യാത്ര അവസാനം നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് നമ്മൾ കോൺക്ലേവായി അതൊരെണ്ണം നമ്മൾ കോൺക്ലേവിൽ വെച്ചുകൊണ്ട് അത് നമ്മൾ കാര്യം തങ്ങളെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വളരെ ആധികാരികമായ വളരെ മൈന്യൂട്ട് റിപ്പോർട്ടായിരിക്കും. തങ്ങൾ ഇതുവരെ ഇല്ലാത്ത വിധമുള്ള വളരെ ആധികാരികമായ വളരെ മൈന്യൂട്ട് ലെവൽ പോയി ചെയ്യുന്ന അത്രയും നമ്മൾ ഗ്രൗണ്ടിൽ എല്ലാ ഗ്രൗണ്ടിലും എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ റിപ്പോർട്ടായിരിക്കും അത്. അപ്പോൾ ആ റിപ്പോർട്ട് എന്തായാലും ഇതിനൊരു വെള്ളി വിളിച്ചു പോകുന്നത് മീഡിയ ഇതിന് വളരെ സജീവമായിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം മീഡിയക്കാരനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് നെഗറ്റീവ് മാത്രം പ്രോത്സാഹിപ്പിച്ചാൽ പോരാ, പോസിറ്റീവായിട്ടുള്ള കാര്യം കുറച്ച് പോസിറ്റീവ് ആവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും. അല്ല ഞാൻ എന്നോട് ഒരാൾ ചോദിച്ചേ, അപ്പൊ നമുക്ക് അല്ല സ്റ്റുഡിയോന്ന് ഒരു വാർത്തയോടെ കൊടുത്താലോ, ഞാൻ പറഞ്ഞു സാദിഖലി ശിഹാബ് തങ്ങൾ വരാന്തയിൽ തന്നെ കാണും, അതാണ് അദ്ദേഹത്തിന്റെ ആദിത്യ മര്യാദ. അതുകൊണ്ട് നമുക്കിനി വാർത്ത കൊടുക്കാൻ സമയമില്ല. ഓക്കെ, താങ്ക് യു. അങ്ങേക്ക് വളരെ 100 വട്ടം നന്ദി. അപ്പൊ അങ്ങയും അങ്ങയുടെ ആൾക്കാരെ നമ്മൾ കോഴിക്കോട്. അപ്പൊ അങ്ങേക്ക് രാവിലെ ചായ കുടിക്കാനായിട്ടൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നു, കപ്പ്.
ഈ കപ്പിൽ ചായ കുടിക്കുക. അപ്പൊ ഞങ്ങളെ ഓർക്കുമല്ലോ. എല്ലാത്തിനും ഓർക്കും. നമ്മളെയൊന്നും അങ്ങ് മറക്കത്തില്ല. എന്നാ ചായ കുടി, ഒരു ചെറിയ ചായ കുടിച്ചു പോകാം. തീർച്ചയായിട്ടും. അപ്പോ പണക്കാട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരുപാട് പ്രവർത്തകർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഓക്കെ. ഹലോ. അവിടെ അങ്ങൂടെ ഒരു അഭിപ്രായം പറയണം. നമ്മള് ശരിക്കും ഒരു മയക്കുമരുന്ന് വിരുദ്ധ യാത്രയായിട്ടാണ്. നന്നായി. അപ്പം വലിയൊരു റെസ്പോൺസ് അവർ ഇതുവരെ നമുക്ക് ഇത്ര ഒരു പ്രതികരണം കിട്ടി. അങ്ങനെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് വ്യക്തിപരമായിട്ട് നിലപാട് പറഞ്ഞു? മയക്കുമരുന്ന് ഒരു രാസലഹരിയാണ് പ്രചരിക്കുന്നത്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണിത്. ഇത് നമ്മുടെ തലമുറയെ നശിപ്പിക്കുകയാണ്. കേരളത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിനെതിരെ വലിയൊരു കൂട്ടായ്മയാണ്. ഇപ്പോൾ 24 നടത്തുന്ന ഈ പ്രവർത്തനം അഭിനന്ദനീയമായ കാര്യമാണ്. ഇത് എല്ലാ ആളുകളെയും എല്ലാ രംഗത്തും ആൾക്കാരും ഒന്നിച്ച് നടത്തേണ്ട ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന് മുമ്പിൽ മുസ്ലിം ലീഗ് പാർട്ടിയോട് ഒപ്പം തന്നെ എല്ലാ സാമൂഹ്യ പ്രവർത്തകന്മാരും ഇതിന് കൂടെ ഉണ്ടാകും. 24-ന് ഇത് നേതൃത്വം വഹിച്ചതിന് പ്രത്യേകമായ അഭിനന്ദനമുണ്ട്. ഓക്കെ, അങ്ങോട്ട് സന്തോഷം. അങ്ങ് രാവിലെ ഇതിൽ തന്നെ ചായ കുടിക്കണം. അത് പ്രത്യേകിച്ചൊരു സംഭവം. ഓക്കെ, താങ്ക് യു. നമസ്കാരം. അപ്പൊ പാണക്കാട് തറവാട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ. നിങ്ങൾക്ക് അറിയുന്ന പോലെ അപ്പൊ ഇവിടെ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് മടങ്ങും. അപ്പൊ നമുക്ക് പാണക്കാടിന്റെ ഒരു വളരെ സവിശേഷമായ പ്രത്യേകത. അപ്പൊ തങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം കുടിക്കാതെ ആരും വിടില്ല. അതാണ് സാദിഖ് അലി തങ്ങൾ പണ്ട് ശിഹാബ് തങ്ങളുടെ കാലത്ത്. അതെ ഇല്ല ഒരിക്കലും ഇല്ല. ശിഹാബ് തങ്ങളുടെ കാലത്തും അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഹൈദർ അലി തങ്ങൾ, ഇപ്പൊ സാദിഖ് അലി തങ്ങളും അതിനെ തുടരുകയാണ്. ആ ആതിഥേയ മര്യാദ. അതെ അറിയാം. ശിഹാബ് തങ്ങൾ അനുസ്മരണം. അതെ